ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കാണാം. അതിനു മുമ്പായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. യൂഷ്വലി ഇപ്പൊ എല്ലാവരും ക്ലോത്ത് ഓർഗനൈസേഴ്സ് വാങ്ങാറുണ്ടല്ലോ, സാരീസ് വെക്കാനും നമ്മുടെ നല്ല നല്ല ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെക്കാനും ഒക്കെ. ഇത് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ്. പൊൾക്കാഡോട്ട് ഗാർമെന്റ് കവർന്നോ സ്റ്റോറേജ് ബാഗ് എന്നോ ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് മീഷോയിലെ കഴിഞ്ഞും കുറച്ചുകൂടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ശരിക്കും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് 66 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 24 മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളുടെ നീഡ് അനുസരിച്ച് നമുക്ക് അതിന്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്റ്റോറേജ് കവർ അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ 3 മെറ്റൽ ഫ്രെയിംസ് കാണാം. അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ബോക്സ് നല്ല സ്റ്റേർഡി ആയിട്ട് നിൽക്കും. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് ഹാർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് എല്ലാം മടക്കി അറേഞ്ച് ചെയ്ത് ഇതിനുള്ളിൽ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്പാരന്റ് ഏരിയയിലൂടെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് കാണുകയും ചെയ്യാം. പിന്നെ നമ്മൾ മൊത്തമായിട്ട് തുറക്കാതെ ഈ ഒരു ഭാഗം മാത്രം തുറന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കുകയും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് അതിനെ മാറ്റിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും പറ്റും. ബ്ലാങ്കറ്റ്, കംഫർട്ടർ ഒക്കെ പോലെ കനമില്ലാത്ത സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് അടുക്കി വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ കനമുള്ള സാധനങ്ങളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അങ്ങനെ അടുക്കി വെക്കുന്നത് അത്ര നല്ലതല്ല. കാരണം അതിനുള്ളിലെ ആ മെറ്റൽ ഫ്രെയിമിന് അത്ര വലിയ കട്ടിയൊന്നുമില്ല. ഉപയോഗിക്കുന്നില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കവറിലാക്കി മാറ്റി വെക്കുകയും ചെയ്യാം. ഇതിന് ഒരെണ്ണത്തിന്റെ പ്രൈസ് വന്നത് 185 റുപ്പീസ് ആയിരുന്നു. നല്ല വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തതും ഒരു ക്ലോത്ത് സ്റ്റോറേജ് കവർ തന്നെയാണ്. ഇത് 6 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ 6 എണ്ണത്തിന്റെ 2 സെറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ നമുക്ക് വന്നത് ഒരു സെറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മീഷോയിൽ നിന്ന് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അത് 2 എണ്ണം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരെണ്ണം മാത്രമേ കിട്ടാറുള്ളൂ. മഴയും തണുപ്പും ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അലമാരയിൽ ഇരിക്കുന്ന തുണികൾക്കൊക്കെ ഒരു പൂപ്പൽ മണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കവറിനകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ അത് ഒഴിവായി കിട്ടും. 167 രൂപയായിരുന്നു 6 എണ്ണത്തിന്റെ ഒരു പാക്കറ്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഫർബൂൾസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ റെങ്കോളി ഫർബൂൾ എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. 100 ഗ്രാമിന്റെ ഒരു ബണ്ടിൽ നിന്നാണ് ഇതിന്റെ അളവ് വരുന്നത്. 108 മുതൽ 120 രൂപ വരെയാണ് പല കളറിനും ഇതിന്റെ റേറ്റ് വരുന്നത്. എന്റെ സിസ്റ്ററിന് സൗദിയിൽ ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് കളറും അത്യാവശ്യമായിരുന്നു. നമ്മൾ 2 തവണ ഓർഡർ ചെയ്തപ്പോഴും ക്യാൻസൽ ആയിട്ട് റീഫണ്ട് ആവുകയാണ് ചെയ്തത്. നമ്മൾ 4 കളേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു കിച്ചൺ ഓർഗനൈസർ സ്റ്റാൻഡ് ആണ്. ഞാൻ ഈ സ്റ്റാൻഡിന്റെ പിക്ചർ കണ്ടപ്പോഴേക്കും കുറച്ചും കൂടെ വലിപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ക്യാബിൻസിനകത്ത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സൈസ് കണ്ടപ്പോൾ ക്യാബിൻസിനകത്ത് വെക്കാനുള്ള ഒരു വലിപ്പമല്ല, ഭയങ്കര ചെറുതായിരുന്നു. ഈ പ്രോഡക്റ്റ് ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതിന്റെ മെറ്റൽ സ്റ്റാൻഡ് ആണെങ്കിലും ആ വുഡ് പീസ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ഒക്കെ അതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ താഴത്തെ വുഡ് പീസ് നമുക്ക് ആ മേളിൽ വേണമെങ്കിലും കയറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അങ്ങനെ താഴേക്ക് വെച്ചേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ചപ്പോൾ 281 രൂപയായിരുന്നു. ഇപ്പോൾ അതിന്റെ പ്രൈസ് 336 രൂപയാണ്. നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റേർഡി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ഒരു വാൾപേപ്പർ ആണ്. നമ്മുടെ വീടിന്റെ ഭിത്തി കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു ലാവൻഡർ കളറിന്റെയാണ്. 1000 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം വന്നേക്കുന്നത്. 300 രൂപയാണ്. ഞാൻ ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം. അടുത്ത പ്രോഡക്റ്റ് ഒരു സ്റ്റാക്കബിൾ എഗ് ട്രേ ആണ്. 10 മുട്ടകൾ വീതം വെക്കാൻ പറ്റുന്ന 3 ട്രേസ് ഉണ്ട്. അത് 3 എണ്ണത്തിന്റെ സെറ്റ് ആണ് വരുന്നത്. നമുക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ സ്പേസ് സേവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്കിത് റെഫിന്റെ ഡോറിൽ വേണമെങ്കിൽ നമുക്ക് ഈ 3 എണ്ണം അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. 148 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു മൾട്ടിപർപ്പസ് സ്റ്റോറേജ് കണ്ടെയ്നർ ആണ്. ഇത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണാൻ ചാൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന് 6 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിനുള്ളിൽ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് ഫ്രീസർ സേഫും കൂടിയാണ്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 136 രൂപയായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ്. അടുത്ത പ്രോഡക്റ്റ് ഒരു ഡിസ്പോസിബിൾ പേപ്പർ ട്രേസ് ആണ്. സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ്. നമ്മൾ എയർ ഫ്രയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. 10x10 സെന്റിമീറ്റേഴ്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 100 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആണ്. 119 രൂപയായിരുന്നു ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ.
ഇത് എയർ ഫ്രയറിലും മൈക്രോവേവില് പിന്നെ ഓവനില് പിന്നെ നമ്മുടെ പാനിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു കോസ്റ്റേഴ്സിന്റെ സെറ്റ് ആണ്. ഹോട്ട് പോട്ട് കോസ്റ്റേഴ്സ് 6 എണ്ണത്തിന്റെ സെറ്റ് വരുന്നതാണ്. ഇത് നമ്മള് കപ്പുകള് സോസർ അതൊന്നും വെക്കാനായിട്ട് മാത്രമല്ല, നമുക്ക് വലിയ വലിയ പാത്രങ്ങളും കൂടെ വെക്കാം. നല്ല വലിപ്പം ഉള്ളതാണ്. വുഡൻ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. 6നും 6 ഡിസൈൻസ് ആണ്. നല്ല ഡിസൈനും ഒക്കെ തന്നെയാണ്. 69 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോ. ഇപ്പൊ അതിന്റെ വില 107 രൂപയാണ്. ഓഫർ ഒക്കെ വരുമ്പോൾ നോക്കുവാണെങ്കിൽ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അടുത്ത പ്രോഡക്റ്റ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ബീഡ്സ് ആണ്. 350 ബീഡ്സ് ആണ് ടോട്ടൽ വരുന്നത്. പല കളറിൽ വരുന്നുണ്ട്. നല്ല കളറിൽ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബീഡ്സ് മാത്രമല്ല, ഇയറിംഗ് ഹുക്ക്, ജംപറിംഗ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ട ഒരു സാധനം, അതിന്റെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ത്രെഡും വന്നിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റും ഈ സെയിം ഐറ്റംസ് തന്നെയാണ്. നമ്മൾ വേറെ കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊരെണ്ണം ഓർഡർ ചെയ്തത്. പക്ഷെ ഓൾമോസ്റ്റ് സെയിം കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. 150 രൂപയാണ് 350 ബീഡ്സിന്റെ സെറ്റിന് വരുന്ന വില. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇനി വന്നേക്കുന്നത് ചാംസിന്റെ ഒരു സെറ്റാണ്. 12 ചാംസും പിന്നെ സിൽവറിന്റെയും ഗോൾഡിന്റെയും ഓരോ ചെയിനും പിന്നെ അതിന്റെ ഹുക്സും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ചാംസും കൂടെ ഇടയ്ക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ചാംസ് ആയിരുന്നു. 12 എണ്ണത്തിന്റെ ആണ് വരുന്നത്. പിന്നെ ഹുക്സ് ഒക്കെ തന്നെ ഉണ്ട് അതിന്റെ കൂടെ. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ വരുന്നത് 113 രൂപയായിരുന്നു. അടുത്തത് ഫ്ലവർ ബീഡ്സിന്റെ ഒരു സെറ്റാണ്. ഫ്ലവർ ഡിസൈനിൽ പല കളറിൽ വരുന്നതാണ്. 100 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. 113 രൂപയാണ് ഇതിനും വരുന്ന റേറ്റ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.